പാട്ടുപാടി ജയിച്ച അബു ജോസഫിന് മന്ത്രിസ്ഥാനം കിട്ടുമോ എന്നും കൂടി കണ്ടറിയേണ്ടതുണ്ട്. കാരണം ജോസഫ് ഗ്രൂപ്പിന് ഏറ്റവും മികച്ച പ്രകടനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. 2 മന്ത്രിമാരെ വേണേ ആവശ്യപ്പെടാം, തീർച്ചയായും ഒന്ന് കണ്ടറിയണം. മോൻസ് ജോസഫ് ഒരു മന്ത്രി ആയേക്കാം. അങ്ങനെയെങ്കിൽ അടുത്ത മന്ത്രി ആര്? അത് അബു ജോസഫ് ആകുമോ? ജോസഫിന്റെ പക്ഷേ ഈ ടാലി പ്രധാനപ്പെട്ടതാണ് സജിത്ത്. 99, 97, 97+2 എന്നതാണ് നമ്മുടെ ടാലി. ആ 2 പേർ കൂടി UDF-ന്റേതാണ് കേട്ടോ. അപ്പോൾ സ്വാഭാവികമായും ആ 97-ൽ ഇനി അറിയേണ്ടത് കോൺഗ്രസിന് തന്നെ എത്രയുണ്ട് എന്നതാണ്. ഏതാണ്ട് ഒറ്റയ്ക്ക് ഭരിക്കാൻ കോൺഗ്രസ് തന്നെ ഭൂരിപക്ഷം നേടുന്ന 100 അടിച്ചു, സെഞ്ചുറി അടിച്ചു എന്ന ചില കണക്കുകൾ കൂടി വരുന്നുണ്ട്. നമ്മൾ സ്വീകരിക്കുന്നില്ല. എന്തായാലും ഈ ടാലിയിൽ നമുക്കറിയാം, കഴിഞ്ഞ 2021-ലെ കൗണ്ടിംഗ് പുരോഗമിക്കുന്ന ഒരു ഘട്ടത്തിൽ 100 അടിച്ചതാണ്, സെഞ്ചുറി അടിച്ചതാണ് ഇടതുമുന്നണി. പക്ഷേ പിന്നീട് അത് പുറകോട്ട് പോയി 99-ൽ അവശേഷിച്ചു. പിന്നെ ഉപതെരഞ്ഞെടുപ്പുകളിലും കുറച്ച് പിന്നോട്ട് പോയെന്നതേ ഉള്ളൂ. അതെ, എന്തായാലും ഇപ്പോൾ ചിത്രം, അതായത് സമീപകാലത്ത് ഒരു സർക്കാരിന് അനുകൂലമായി, ഒരു മുന്നണിക്ക് അനുകൂലമായി ഉണ്ടായ ഏറ്റവും വലിയ തരംഗമായിരുന്നു കഴിഞ്ഞ തവണ. ആ തരംഗത്തിനും അപ്പുറം ഇത്തവണ UDF-ന് അനുകൂലമായി ഉണ്ടായി എന്നതാണ് സൂചനകൾ. സജിത്ത്, ദേവികുളത്തെ രാജയിൽ മാറ്റമുണ്ടാകുന്നു. അവിടെ രാജകളാണ് മത്സരിച്ചത് എങ്കിൽ ഇപ്പോൾ ഇതാ ഇടതുപക്ഷത്തിന്റെ രാജയാണ് മുന്നിൽ നിൽക്കുന്നത്. ഇത്രയും നേരം വലതുപക്ഷത്തെ രാജയായിരുന്നു മുന്നിൽ നിൽക്കുന്നത്. എന്തായാലും രാജ ജയിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. UDF-ന്റെ രാജയല്ലേ അവിടെ മുന്നിൽ നിൽക്കുന്നത്? അല്ല, ഇപ്പോൾ LDF-ന്റെ രാജയാണ്. LDF-ന്റെ രാജയാണ്. അവിടെ മറ്റൊരു രാജ എന്ത് ചെയ്തു എന്നതും കൂടെ കൗതുകമാണ്. അത് രാജയല്ല, രാജേന്ദ്രനാണ്. രാജേന്ദ്രൻ എത്ര വോട്ട് പിടിച്ചു എന്നുകൂടി അവിടെ ഒരു കൗതുകം. മണ്ഡലത്തിന്റെ രാജയായിരുന്നു രാജേന്ദ്രൻ. അങ്ങനെയെങ്കിൽ ഇടുക്കിയിലെ ഒരേ ഒരു രാജ ഇതാ ദേവികുളത്ത് മുന്നിൽ നിൽക്കുന്നു എന്നതാണ്. എതിരാളികളെ പിന്നിലാക്കിയിരിക്കുന്നു, രാജേന്ദ്രനെ അടക്കം പിന്നിലാക്കിയിരിക്കുന്നു. രാജേന്ദ്രൻ BJP-യിലേക്ക് പോയത് അത്ര ശോഭിക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും രാജ ഇപ്പോൾ ദേവികുളത്ത് മുന്നിൽ നിൽക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ ഒരു ചുമന്ന തുരുത്ത് എന്ന് പറയുന്നത് അത് മാത്രമായി മാറുന്നു എന്നതാണ് സാഹചര്യം. ദേവികുളം എന്ന ഒരു ഒറ്റ മണ്ഡലം മാത്രമായി ഇടതുപക്ഷത്തിന് അവകാശപ്പെടാനുണ്ടാകുന്നു. ഒരുപക്ഷെ മധ്യ കേരളത്തിലെ ഒരേ ഒരു മണ്ഡലം എന്ന രീതിയിലേക്കും അത് മാറുമോ എന്ന് കണ്ടറിയണം. വൈക്കം, ദേവികുളം, അങ്ങനെ 1-2 ഒക്കെ അവകാശപ്പെടാനുള്ളൂ എന്ന് കരുതാം. ശരി, എന്തായാലും ഇപ്പോൾ കനൽ ഒരു തരി പോലും ഇല്ലാത്ത ഇടങ്ങൾ ആണ് ഉള്ളത്. അതിൽ തന്നെ എറണാകുളം എടുത്തു പറയേണ്ടതാണ്. ആലപ്പുഴയിൽ നിന്ന് ഒരു കനലിനെ അവിടെ എറണാകുളത്തേക്ക് എത്തിച്ചിരുന്നുവെങ്കിലും ആ കനലും ഏതാണ്ട് കെട്ടമട്ടാണ്, കെടുത്തിയ മട്ടാണ് UDF എന്ന് വേണം പറയാൻ. കാരണം ആ കനലിന് പോലും അവിടെ ശോഭിക്കാൻ സാധിച്ചില്ല. എറണാകുളത്തെ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ 14-ലും ഇപ്പോൾ UDF-ന്റെ അപ്രമാദിത്വമാണ് കാണുന്നത്. അതിലെടുത്തു പറയേണ്ടത് കോതമംഗലം ഉൾപ്പെടെ, ഷിബു തെക്കുംപുറം ഉൾപ്പെടെ ഉള്ളവർ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു എന്നത് ഞെട്ടിക്കുന്ന പ്രകടനമാണ്. അസാധ്യമായ പ്രകടനം തന്നെയാണ് ഇപ്പോൾ എറണാകുളത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ കളമശ്ശേരി അടക്കമുള്ള മണ്ഡലങ്ങളുടെ കൗണ്ടിങ് എന്ത് റിസൾട്ട് സാധ്യതകൾ, അതുകൂടി നമുക്ക് അവിടുത്തെ ലേഖകർ ആരെങ്കിലും ഒരാളെ ലൈനിൽ കിട്ടിയാൽ നമുക്കൊന്ന് ചോദിക്കാമായിരുന്നു. നമുക്കറിയണം കളമശ്ശേരിയുടെ കൗണ്ടിംഗ് പൊസിഷൻ, P. രാജീവിന് അവശേഷിക്കുന്ന എന്തെങ്കിലും സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഒന്ന് ഏറെ രാഷ്ട്രീയ കേരളം പൊതുവിൽ വീക്ഷിക്കുന്നത് കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് അതുകൂടി അറിയാൻ ഇരിക്കുന്നു. എന്തായാലും എറണാകുളം ജില്ലയുടെ ചിത്രം അതാണ്. ഒപ്പം VN വാസവൻ ഇനി എന്തെങ്കിലും പ്രതീക്ഷിക്കേണ്ടതുണ്ടോ, എന്തെങ്കിലും സംഭവിക്കുമോ, ഏറ്റുമാനൂരിൽ എന്തെങ്കിലും പ്രതീക്ഷകൾക്ക് ബാക്കിയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി അറിയാം. ഒരു കാര്യം ഉറപ്പാണ്, കോട്ടയം ജില്ലയിൽ വൈക്കം മാത്രമാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന് പ്രതീക്ഷിക്കാവുന്ന ഒരു മണ്ഡലമായി നിൽക്കുന്നത്. ആലപ്പുഴയിൽ ഇതാ AD തോമസ് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നു എന്നതാണ്. അമ്പലപ്പുഴയിൽ G. സുധാകരൻ ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നു. ആശ്വാസമാകുന്നത് KN ബാലഗോപാലാണ്. പക്ഷേ അത് കേവലം 245 വോട്ടുകൾക്ക് മാത്രമാണ്. അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ ആണ് മുന്നിട്ട് നിൽക്കുന്നത്. ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ മുന്നിട്ട് നിൽക്കുന്നു. ഇടതുപക്ഷത്തിന് ആശ്വാസമാകുന്നു. കായംകുളത്ത് U. പ്രതിഭ പിന്നിൽ ആണ് എന്നത് വീണ്ടും അവർക്ക് വെല്ലുവിളിയാകുന്നു. ചേർത്തലയിൽ നിന്ന് P. പ്രസാദ് മുന്നിൽ നിൽക്കുന്നു എന്നത് ഇടതുപക്ഷത്തിനും CPI-ക്കും വലിയ തോതിൽ ആശ്വാസമാകുന്നു. CPI-യുടെ മന്ത്രിമാരിൽ 3 പേർ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. P. പ്രസാദ്, GR അനിൽ, അതോടൊപ്പം തന്നെ മന്ത്രി K. രാജൻ. ഒല്ലൂരിൽ 3 പേർ മുന്നിട്ട് നിൽക്കുമ്പോൾ അങ്ങനെയല്ല മറുഭാഗത്ത് CPM-ന്റെ മന്ത്രിമാർ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു മാറ്റമുള്ളത് മുഹമ്മദ് റിയാസ് ആണ്. മുഹമ്മദ് റിയാസിന്റെ കാര്യത്തിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം അവസാന ലാപ്പുകളിലേക്ക് എത്തുമ്പോഴായിരിക്കും UDF-ന് മേൽക്കൈയുള്ള. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, ഞങ്ങൾക്ക് കളമശ്ശേരിയെ കുറിച്ച് ഒരു അപ്ഡേറ്റ് അറിയണം. കളമശ്ശേരിയിൽ P. രാജീവിന് എന്തെങ്കിലും സാധ്യത അവശേഷിക്കുന്നുണ്ടോ? എവിടം വരെ കൗണ്ടിംഗ് പുരോഗമിച്ചിട്ടുണ്ട്? ഇനിയുള്ള റൗണ്ടുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ പ്രദേശങ്ങളാണ്? സത്യത്ത് ഈ കളമശ്ശേരിയിൽ വലിയ ഇഞ്ചോടിഞ്ച് മത്സരം തുടക്കം മുതൽ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്താണ്. അത് പ്രതിഫലിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ വന്നിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ, അതായത് പോസ്റ്റൽ വോട്ടിന്റെ ഒരു കാര്യത്തിലെല്ലാം തന്നെ ഇടതുമുന്നണി മുന്നേറ്റം തുടർന്നപ്പോൾ, പിന്നീട് വന്നപ്പോൾ സ്ഥലത്തേക്ക് വന്നപ്പോൾ കഴിഞ്ഞ തവണ 1180-ഓളം വോട്ടുകൾക്ക്
പി രാജീവ് ലീഡ് ചെയ്തിരുന്ന ആ സ്ഥലത്ത് അവിടെ അതുവരെയും അതിന്റെ ഒരു ലീഡ് കുറയുക മാത്രമല്ല അബ്ദുൽ ഗഫൂർ ലീഡ് നേടുകയും 690 വോട്ടുകൾക്ക് ലീഡ് നേടുകയും ചെയ്തു. ഇപ്പോൾ നിലവിൽ 5 റൗണ്ടോളം പൂർത്തീകരിക്കുമ്പോൾ നിലവിലത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് 5750 വോട്ടുകൾക്ക് അബ്ദുൽ ഗഫൂറിന്റെ ലീഡിംഗ് നില തുടരുകയാണ് എന്നതാണ്. അതായത് ആദ്യഘട്ടങ്ങളിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായ പ്രദേശങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ടും ഈ വോട്ടുകൾക്ക് അത് ഇഞ്ചോടിഞ്ച് മത്സരങ്ങൾ നടന്നതെങ്കിലും ഇനി അങ്ങോട്ട് കൂടുതലും UDF കൂടുതൽ ഉറപ്പുള്ള മേഖലകളിലേക്ക് വരികയാണ്, പ്രത്യേകിച്ച് നഗരസഭാ മേഖലകളിലേക്ക് വരികയാണ്. അതുകൊണ്ട് അപ്പോൾ പിന്നെ ഡാനി പ്രതിപക്ഷ നേതാവാൻ നമുക്ക് രാജീവിനെ പ്രതീക്ഷിക്കേണ്ടതില്ല അല്ലേ? ആ ഒരു സാധ്യതകളിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. കാരണം ഈ കൂടുതൽ നഗരസഭാ മേഖലകളിലേക്ക് വരുമ്പോൾ കൂടുതലും UDF അനുകൂലമായ ഒരു വികാരമാണ് രഞ്ജിത്തിന്റെ ആശങ്ക ഇരട്ടിക്കുകയാണ്. ആരെ പ്രതിപക്ഷ നേതാവാക്കുമെന്ന് രഞ്ജിത്ത് ഇങ്ങനെ ആശങ്കപ്പെട്ടിരുന്നുവെങ്കിൽ രാജീവിന് ആ ഇടം ഉണ്ടാകില്ല എന്നതാണ് ഡാനിയുടെ റിപ്പോർട്ട്. മറുഭാഗത്ത് ബാലഗോപാലാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ബാലഗോപാൽ ഇതാ ഇപ്പോ പിന്നിൽ പോകുന്നു. 245 വോട്ടുകൾക്ക് ഐഷാ പോറ്റി കട്ടയ്ക്ക് പിടിക്കുകയാണ്. ഇടുക്കിയിലേക്കൊന്ന് പോയാൽ ഇടുക്കിയിൽ 4-1 എന്നതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന സാഹചര്യം, 2021 സാഹചര്യം. ഇപ്പോൾ 5 മണ്ഡലങ്ങളിലും UDF ലീഡാണ്. ദേവികുളത്ത്, ഉടുമ്പൻചോലയിൽ, തൊടുപുഴയിൽ, ഇടുക്കി, പീരുമേട് ഇവിടങ്ങളിലെല്ലാം UDFന്റെ ലീഡാണ്. തൊടുപുഴയിലും ഇടുക്കിയിലും പീരുമേടിലും വിജയം ഉറപ്പിച്ചു എന്ന് തന്നെ പറയാം. ഉടുമ്പൻചോലയിലും വിജയം ഉറപ്പിച്ചു എന്ന് പറയാം. ദേവികുളം തൊട്ട് മുമ്പ് വരെ അവിടെ ഇടതുപക്ഷം ലീഡ് 651 വോട്ടിന്റെ ലീഡാണ് ഇപ്പോൾ UDFനുള്ളത്. അത് മാത്രമാണ് പക്ഷേ കിട്ടാനുള്ള സാധ്യത. ബാക്കി എല്ലായിടത്തും ഏതാണ്ട് 30,000 കടന്ന ലീഡുണ്ട്. തൊടുപുഴയിൽ 30,000 കടന്ന രാജേന്ദ്രൻ പിടിച്ച വോട്ടുകൾ നിർണായകമായി. കാരണം രാജേന്ദ്രൻ ചോർത്തുന്നത് CPMന്റെ വോട്ടുകളാണ്. അങ്ങനെയാണ്. പക്ഷേ അവിടെ ഇഞ്ചോടിഞ്ചാണ്. ഒരു പക്ഷേ ഫലം അവസാന റൗണ്ട് വരെ നമുക്ക് കാത്തിരിക്കേണ്ടതായി വരും. അങ്ങനെയുള്ള കുറേയേറെ മണ്ഡലങ്ങൾ ഇപ്പോഴുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന കൊട്ടാരക്കര അവസാന വോട്ട് എണ്ണി കഴിയുമ്പോഴായിരിക്കും കൊട്ടാരക്കരയിൽ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവിനെ പ്രഡിക്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ മുഹമ്മദ് റിയാസ് ആയിക്കോട്ടെ, മെജോറിറ്റിയാണ് മുഹമ്മദ് റിയാസ് നേടിയിട്ടുള്ളത്. അല്ലെങ്കിൽ മറ്റൊരു ചോയ്സ് കണ്ടെത്താൻ ബുദ്ധിമുട്ടായതാണ്. അങ്ങനെയെങ്കിലും ഒരു അസാധാരണ സാഹചര്യം ഉണ്ടാകുമെന്നതാണ്. കാരണം പ്രതിപക്ഷ നിരയെ നയിക്കാൻ ആരെ എന്ന ചോദ്യം ഉണ്ടാകുന്നു. CPMന് ഒരു മുതിർന്ന അംഗത്തെ മുന്നോട്ട് വയ്ക്കാൻ ഇല്ല. അങ്ങനെയെങ്കിൽ പുതിയൊരാളെ കണ്ടെത്തേണ്ടി വരും എന്നൊരു ചോദ്യം. മുഹമ്മദ് റിയാസ് വീണ്ടും വന്നാൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങൾ മറ്റൊരു തരത്തിലുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.